കൊച്ചിൻ പോർട്ടിന്റെ കീഴിലുള്ള അതീവ സുരക്ഷാ മേഖലയായ വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് 1/2 കിലോമീറ്ററോളം ദൂരത്തിലുള്ള റെയിൽവേ ട്രാക്ക് മോഷണം പോയ സംഭവം ദുരൂഹതയാകുന്നു. വർഷങ്ങളായി ഉപയോഗിക്കാതിരുന്ന റെയിൽ പാളങ്ങളാണ് കാണാതായത്. സംഭവത്തിൽ പോർട്ട് അധികൃതർ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വില്ലിംഗ്ടൺ ഐലൻഡിലെ അതീവ സുരക്ഷാ മേഖലയിലാണ് വൻ മോഷണം നടന്നത്. വല്ലാർപാടം ടെർമിനൽ നിലവിൽ വന്നതോടെ ഉപയോഗം നിർത്തിയ റെയിൽവേ ട്രാക്കിന്റെ ഭാഗങ്ങളാണ് മോഷണം പോയതെന്നാണ് പ്രാഥമിക വിവരം. വർഷങ്ങളായി ഉപയോഗിക്കാതിരുന്നതിനാൽ കാടുമൂടിയ നിലയിലായിരുന്ന ട്രാക്കിന്റെ ഏകദേശം 1/2 കിലോമീറ്ററോളം ഭാഗമാണ് അപ്രത്യക്ഷമായത്. ബുധനാഴ്ച വൈകുന്നേരത്തോടെയാണ് റെയിൽ പാളങ്ങൾ നഷ്ടപ്പെട്ടതായി പോർട്ട് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. Q9 ബർത്തിൽ നിന്ന് ടാറ്റ ടൈറ്റ്ലി വരെയുള്ള ഭാഗത്തെ ഉരുക്ക് പാളങ്ങളാണ് മോഷണം പോയിരിക്കുന്നത്. ടാറ്റ ടൈറ്റ്ലിയുടെ മുന്നിലൂടെ ഹാർബർ ടെർമിനൽസ് റെയിൽവേ സ്റ്റേഷന് മുന്നിലെത്തുന്ന റോഡിന് കുറുകെ കടന്നു പോകുന്ന റെയിൽവേ ലൈനിന്റെ ഭാഗമായിരുന്നു ഈ പാളങ്ങൾ. CISF സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കർശന സുരക്ഷാ സംവിധാനങ്ങളുള്ള മേഖലയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. പുറത്തുനിന്ന് അനുമതിയില്ലാതെ ആർക്കും പ്രവേശിക്കാനാകാത്ത പ്രദേശത്ത് ഇത്രയും വലിയ അളവിലുള്ള ഉരുക്ക് പാളങ്ങൾ എങ്ങനെ മോഷണം പോയെന്നാണ് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്ന പ്രധാന ചോദ്യം. സംഭവത്തിൽ പോർട്ട് അധികൃതർ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതീവ സുരക്ഷാ മേഖലയായ പ്രദേശത്ത് നിന്ന് 1/2 കിലോമീറ്ററോളം ദൂരമുള്ള റെയിൽ ട്രാക്ക് എങ്ങനെ നീക്കം ചെയ്യപ്പെട്ടു, ഇതിന് പിന്നിൽ ആരൊക്കെയാണുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. മീഡിയ ടൈം, കൊച്ചി.